ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടും മെമ്മറി ഏതാ? മെമ്മറി ഈ സിനിമയിൽ നമുക്ക് ഒരുപാട് മെമ്മറികളായിരുന്നു. എടുത്തു പറയേണ്ട മെമ്മറി എന്ന് പറയുന്നത് ഇപ്പോൾ വാസ്കോഡ ഗാമ ആ ലാസ്റ്റിലത്തെ സോങ് ഉണ്ടല്ലോ നമ്മുടെ ടുവേർഡ്സ് ന്യൂ ഇയർ ആൻഡം. അത് നടക്കുന്ന സമയത്ത് മണിച്ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രിയായിരുന്നു ഒരു വിധമുള്ള ഷൂട്ട്. അപ്പം ചിലപ്പോഴൊക്കെ നമ്മളത് നേരത്തെ കഴിയുമ്പം മണിച്ചേട്ടൻ അവിടെ ഉണ്ടാവും. അപ്പം ഞാൻ ഇങ്ങനെ ചുമ്മാ സംസാരിക്കുമ്പോൾ മണിച്ചേട്ടൻ ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ മണിച്ചേട്ടൻ ചുമ്മാ അവിടെ ഇരിക്കുന്നില്ല, ഷൂട്ടിങ് കഴിഞ്ഞിരിക്കും. അപ്പം പറഞ്ഞിട്ട് പറയാം, അപ്പോൾ പുള്ളി പറയും നീ ബീർ കഴിക്കുമോ? ഞാൻ പറഞ്ഞാൽ കിട്ടിയ കഴിക്കും. അപ്പോൾ ആ സമയത്ത് മണിച്ചേട്ടൻ എന്നൊരു ഇത്രയും വലിയ ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഇരുന്നൊരു ബീർ കഴിക്കുക, ഇത് ഞാൻ കള്ളുടിയൻ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊരു ചെറിയ അതെനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നി ആ സമയത്ത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ നമ്മൾ മൊണ്ടാഷ് ഷോട്ടുകൾ എടുക്കും. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പാട്ട് ഈ പറയുന്ന പോലെ തല എന്നുള്ള സോങ്ങാണ്. എല്ലാം ഇഷ്ടമാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട തല. കാരണം അതിനകത്ത് നൊമ്പരം കരയും നാളും നീ അത് ഭയങ്കരമായിട്ട്, കാരണം ഒരു ഫാസ്റ്റ് സോങ്ങിനിടയിൽ അങ്ങനെ ഒരു സംഭവം ഒന്ന് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്പോൾ ആ സോങ് നമ്മൾ മൊണ്ടാഷ് പോലെയാണ്, ആരും പാടുന്നില്ല. അപ്പോൾ ഇതിനു വേണ്ടി കുറേ ഷോട്ടുകൾ നമ്മളെടുത്തു. ഇപ്പോൾ ബിജുക്കുട്ടൻ ചേട്ടൻ്റെ മറ്റേ ഡ്രസ്സിനകത്ത് പാറ്റി പിടിച്ചെടുക്കുക. ഇത് ആ സോങ്ങിൽ നമ്മൾ ശ്രദ്ധിച്ചു, എല്ലാവരും മറ്റേ ഹിപ്പ് ഹോപ്പ് സ്റ്റൈലിൽ വന്നിട്ട് ഒരു സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാവരും സിദ്ദീഖ, സായി ചേട്ടൻ, രാജൻ പി ദേവങ്കിള്, ഭാവന, ലാൽസാർ എല്ലാവരും വന്ന്. അപ്പോൾ ആ സിനിമയിലുള്ള എല്ലാവരും, മണിയമ്പിളി രാജേട്ടൻ ഉൾപ്പെടെ. അതെനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ ഒരു സ്റ്റുഡിയോയിലാണ് എടുത്തത്. ആ ഷൂട്ടിംഗ് ആയിരുന്നു ആ പാട്ടുകൾ എടുക്കുന്ന സമയത്ത് ഏറ്റവും എൻ്റർടൈൻമെൻറ്റും ഏറ്റവും കോമഡിയും എന്നാൽ ഏറ്റവും ഭംഗിയും. കാരണം ഒരാളൊരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ വേറൊരാൾ വേറെ സ്റ്റെപ്പ് ചെയ്യും, മറ്റേ കാരണം എല്ലാവരും കൂടെ ക്ലബ് ചെയ്ത് കൊണ്ടുവരണ്ടേ. പക്ഷേ ജഗതി ചേട്ടനുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മെമ്മറി ഓർത്തിരിക്കുന്ന ഒരു സാധനം. പാട്ട് കാണുമ്പോൾ ഓർത്തിരിക്കും. ബാക്കി നമ്മൾ ഡാൻസ് ചെയ്യുന്നു, ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഹിപ്പ് ഹോപ്പ് സ്റ്റൈലിലല്ലായിരുന്നു. കാരണം രാജൻ പി ദേവങ്ങളൊക്കെ മറ്റേ ഇതൊക്കെ വെച്ചിട്ട് അതാണ് കൂടുതൽ ഓർമ്മയുണ്ട്. ഒരാളെ ഭയങ്കരമായിട്ട് എല്ലാവരും മിസ് ചെയ്തു, അത് മണിച്ചേട്ടനായിരുന്നു. മണിച്ചേട്ടന് ആ സമയത്ത് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ഭയങ്കര ക്ലാസിക് വേഷങ്ങളിലൊന്നായിരുന്നു. ശരിക്കും മണിച്ചേട്ടൻ എങ്ങനെ മിസ് ചെയ്യുക? റീ റിലീസിന് പുള്ളി ഉണ്ടായിരുന്നു. ഇല്ല, മണിച്ചേട്ടനായിട്ട് ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ മണിച്ചേട്ടൻ ആദ്യം കാണുന്നത് ഈ ചോട്ടാമ്പയുടെ ലൊക്കേഷനിലാണ്. അപ്പം കൂടുതൽ അടുത്ത് പരിചയപ്പെടുന്നത് ഞാൻ ചാലക്കുടിയിൽ കായംകുളം കൊച്ചുണ്ണി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മണിച്ചേട്ടൻ്റെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്. കാരണം കാണണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി അവിടെ വീട്ടിൽ പോയി കണ്ട് പരിചയപ്പെട്ടു. അതിനുശേഷം അടുത്ത് പരിചയപ്പെടുന്ന ചോട്ടാമ്പയുടെ ലൊക്കേഷനിലാണ്. ഈ സിനിമ, അതായത് മണിച്ചേട്ടൻ്റെ മറ്റേ സീനില്ല, അതാണ് എനിക്ക് തോന്നുന്നു ആദ്യം എടുക്കുന്നത്. മണിച്ചേട്ടൻ സായി ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങളിപ്പം മറ്റേ പുസ്തകത്തിൽ വായിച്ച ചിരത്താനും ഇതും അതാണ് ആദ്യം എടുക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം അന്ന് മണിച്ചേട്ടൻ അവിടെ വന്നപ്പോൾ മണിച്ചേട്ടൻ്റെ ഒരു സ്റ്റൈലിൽ ചെയ്തപ്പം അൻവർ സാർ പറഞ്ഞു, ഇതാ നടേഷൻ ഇങ്ങനെ ലൗഡാവില്ല, വളരെ. അപ്പം മണിച്ചേട്ടൻ ഒട്ടും തന്നെ മണിച്ചേട്ടൻ അത് ക്യാച്ച് ചെയ്തിട്ട് നടേഷനായിട്ട് വേറെ സാധനം ചെയ്തോ. അപ്പം ഞാനിപ്പോൾ ആലോചിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയോ എന്നൊരു. പക്ഷെ നമ്മൾ സ്ക്രീനിൽ കണ്ടപ്പോൾ ഉണ്ടല്ലോ അത്രയും മതി. കാരണം അത്രയും ടെററാണ്, ആ നോട്ടം മതി, ആ ഇത് മതി. അതൊരു ബ്രില്യൻ്റ് ആക്ടറാണ് മണിച്ചേട്ടൻ. ഈ പറയുന്ന പോലെ ഞാൻ 2-3 സിനിമകൾ അദ്ദേഹത്തോടൊപ്പം ചെയ്തു. അമ്മ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ടറെ പോലെ തന്നെ ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആണ്. ഒരുപാട് ഈ പറയുന്ന പോലെ ഇപ്പോൾ എല്ലാവരും പറയും ഈ അദ്ദേഹം പാർട്ടികളൊക്കെ, ഈ പാക്കപ്പ് പാർട്ടിയൊക്കെ വയ്ക്കും ചില സിനിമകളിലൊക്കെ. അത് കൊടുക്കുന്നൊരു റിലാക്സേഷൻ ഉണ്ട്. ഈ വർക്ക് ചെയ്ത് ഇത്രയും ദിവസം വർക്ക് ചെയ്ത് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ 10-35 ദിവസം നമുക്ക് ഉറക്കം പോലും ഇല്ല. അന്നത്തെ അങ്ങനെ ആയിരുന്നു. ഇപ്പോഴാണ് ഈ പറയുന്ന പോലെ സമയം ഒക്കെ വന്നു തുടങ്ങിയത്. അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യുന്ന അവർക്കൊരു റിലാക്സേഷൻ. അപ്പം സെറ്റിലുള്ള ആൾക്കാർക്കെയും അങ്ങനെ ഒരു ഇത് കൊടുക്കുക എന്ന് പറയുന്നത്, സന്തോഷം കൊടുക്കുക എന്ന്, അങ്ങനെയൊക്കെയുള്ളൊരു ഹ്യൂമൻ ബീയിങ് ആയിരുന്നു. തീർച്ചയായിട്ടും മണിച്ചേട്ടൻ്റെ നഷ്ടം. ഞങ്ങൾ ഈ പറയുന്ന പോലെ അമ്മ ഷോയ്ക്ക് കോഴിക്കോട് പോയ സമയത്ത് കുറച്ച് ആൾക്കാർ ഒരു ഹോട്ടലിലും വേറെ കുറച്ച് ആൾക്കാർ വേറൊരു ഹോട്ടലുമായിരുന്നു. കാരണം അത്രയും മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. 2009-10 ഉണ്ടായിരുന്നു ആ ഷോ. അപ്പം ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ ഈ പറയുന്ന പോലെ ഭീമൻ്റെ കുച്ചേട്ടൻ, അന്ന് ബാബുരാജേട്ടൻ, ഭാഗ്യത്തിന് മണിച്ചേട്ടൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ വേറെ കുറച്ച് ആർട്ടിസ്റ്റും സ്റ്റാർസും ഒക്കെ അവിടെയായിരുന്നു. പക്ഷേ ആ സമയത്ത് നമ്മളൊരു 3 ദിവസം അവിടെ നിൽക്കേണ്ടി വന്നു. കാരണം ഒരു ദിവസം ഹർത്താലായതുകൊണ്ട് ആ പ്രോഗ്രാം നടന്നത്. അപ്പോൾ അടുത്ത ദിവസം നിന്നിട്ടാണ്. ആ ദിവസങ്ങളൊക്കെ മണിച്ചേട്ടൻ നമുക്ക് വേണ്ടി എടുത്തൊരു കെയറില്ല. കാരണം നമ്മൾ 2 ഹോട്ടലിലായിപ്പോയി. എന്നിട്ട് ഈ ഹോട്ടലിലുള്ള ആൾക്കാർ മണിച്ചേട്ടൻ എടുക്കുന്ന അവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ മണിച്ചേട്ടനെ ഉണ്ടായിരുന്നുണ്ട്. എടുത്തൊരു കെയർ അത് എനിക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും ഞാൻ മണിച്ചേട്ടനെ കാണും. കാരണം അന്ന് നമുക്ക് ഭയങ്കര വിഷമം തോന്നി, 2 ഹോട്ടലിലൊക്കെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ആ വിഷമം മാറ്റിയത് മണിച്ചേട്ടൻ്റെ ഒരു ഇടപെടലായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു മനുഷ്യനായിരുന്നു. തീർച്ചയായിട്ടും സിനിമയിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിലും അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്.